നിങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോ പരസ്പരം അങ്ങോട്ടും നോട്ടീസ് ചെയ്ത സംഭവം കാര്യം എന്താ? പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണ്? ഞാൻ പറയാം വെണ്ടക്കണ്ണ് അതന്നെ ഇപ്പോഴും കാരണം ഒരു പൊടി പോലും വെളിയിലോട്ട് പോവില്ല. ഈ കണ്ണിങ്ങനെ വെളി നിൽക്കുന്നുണ്ട്. എല്ലാ പൊടിയൊക്കെ വരുവാണെങ്കിലും ഈ കണ്ണിലെല്ലാം ഉണ്ടാവും. നമ്മുടെയൊക്കെ ഉള്ളിലോട്ടല്ലേ. പക്ഷെ ആ കണ്ണിന് കുറെ ഫാൻസ് ഉണ്ട്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? അതെ, അത് ചേട്ടൻ പറഞ്ഞോട്ടെ. ചേച്ചിക്ക് എന്താ സ്ട്രൈക്ക് ആയേ? എനിക്ക് സ്ട്രൈക്ക് ചെയ്യാതെ കണ്ണു തന്നെ. അത് പറ്റില്ല, ഞാൻ പറഞ്ഞത് പരസ്പരം പറയാൻ പറ്റില്ല. അല്ല സീരിയസ്ലി നല്ല ഐലാഷ് ഉണ്ട് കണ്ണില്. ഉണ്ട്. നമ്മളെന്ത് ചെയ്യണം? നമ്മളെന്തെങ്കിലും വന്ന് ഐലാഷ് ഫിറ്റ് ചെയ്യണം. ഇവർക്കത് വേണ്ട. കണ്ടപ്പോ തന്നെ മനസ്സിലാ ഐലാഷ് ആണോ നോക്കിയത്? കണ്ണിലല്ലേ ആദ്യം നോക്കുന്നേ നമ്മള്. പിന്നെ പറയുന്ന ഞാൻ പറയില്ല, ഇപ്പൊ സ്റ്റെപ്പിൽ ഇരുന്നപ്പോ കേറി വരാൻ പറഞ്ഞ അകത്തോട്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫീൽ ചെയ്ത കെയറിങ്. ഒരു കെയറുണ്ട്. ഇപ്പൊ ചുമ്മാ ഒരു പെണ്ണ് അവിടെ വന്നിരിക്കുന്നു, ഒരാള് വന്നിട്ട് മുള കയറിപ്പോ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയൂ ആരെങ്കിലും? ഇപ്പൊ അപ്പോഴത്തെ ഒരു നമ്മുടെയൊക്കെ ജനറേഷനിലെ ഒന്ന് നോക്കിയിട്ട് പോകത്തേ ഉള്ളൂ, ചുമ്മാ ഒന്ന് കമന്റ് അടിച്ചിട്ട് പോകത്തുള്ളൂ. പക്ഷെ അതല്ല ചെയ്തത്. എന്നോട് പറയാം, എന്താ ഇവിടെ ഇരിക്കുന്നേ അകത്ത്? ഇവിടെ ഇപ്പൊ ലേഡീസിന്റെ ടൈമല്ല, വാ കയറി വാ എന്നാ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്നെ ആരോ നമുക്കൊരു കെയറിങ് ഫീൽ ചെയ്യുകയാണല്ലോ. മനസ്സിലായി? അങ്ങനെ തന്നെ പറഞ്ഞേ. ഇവിടെ ഇരിക്കണ്ട, അകത്തോട്ട് കയറി നമ്മൾ ഇറങ്ങാന്ന് പറഞ്ഞു. ആക്ച്വലി ഇവിടെ നിൽക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ബിഗ് ബോസ് വീട്ടിനകത്ത് പോണേക്ക് മുന്നേ എനിക്ക് ചേച്ചിനെ അറിയായിരുന്നു. അതുകൊണ്ട് ചേച്ചി പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എല്ലാവരും ക്രഷ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ഒരു ഹസ്ബൻഡും 3 മക്കളുള്ള ചേച്ചിയാണ്, ശരിയാക്കി തരാം. അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇവിടെ വന്നത്. എല്ലാവരും അറിയണ്ടേ, 3 പിള്ളേരുടെ അമ്മയാണ്. അതിൽ ഞാൻ വിജയിച്ചില്ലേ? വിജയിച്ചു. സക്സസ്. സമാധാനമായി. ആക്ച്വലി ഇനിയിപ്പോ വരുന്ന ലൈക്കൊക്കെ കുറയൊന്നും ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചിക്ക് 32 ലൈക്ക് ഒക്കെ വന്നിരുന്നുള്ളൂ. ഇപ്പൊ 6000 ഒക്കെ ആയി മേലെ. അതെ, വൻ വിജയമാണത്. അതെ അതെ അതെ. അല്ല, ഒരുമാതിരി കുറെ പേർക്ക് അറിയായിരുന്നു ഫാമിലി ഉണ്ട് എന്നുള്ളത് കേട്ടോ. കാരണം ഫാമിലി വീഡിയോസ് അർജുന് നമ്മൾ വിഷുവിനൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോ, അപ്പൊ ആ കുട്ടികൾ ഏതാ, അപ്പൊ ആ ചേട്ടൻ ഏതാ, അങ്ങനെ കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ കുറച്ചു പേർക്കൊക്കെ അറിയായിരുന്നു. കുറച്ചു പേർക്കൊക്കെ അറിയാം. അറിയാത്തവർക്ക് വേണ്ടിട്ട് നമ്മൾ അറിവ് പകർന്നു കൊടുക്കുക. ഇപ്പൊ ചേച്ചി അമ്മയും ഹൗസിനകത്ത് കയറിയില്ലേ, അത് കഴിഞ്ഞിട്ട് അർജുനെ കാണുന്നു, സംസാരിക്കണു, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ അർജുന്റെ ക്യാരക്ടറിൽ? മീൻസ് ആ ഒരു ഹാപ്പിനെസ്സോ എന്തെങ്കിലും? അവൻ കുറച്ചും കൂടെ ഒരു പോസിറ്റിവിറ്റി കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ കുറച്ച് സാഡാണ്, ഇടയ്ക്ക് പെട്ടെന്ന് ഡെസ്പാവും. ആരെങ്കിലും ശ്രീധുവിന്റെ ഇതാണെങ്കിൽ തന്നെ അവര് തമ്മിലൊന്ന് ജസ്റ്റ് സംസാരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവൻ ഡെസ്പാവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അതിനകത്തോട്ട് കൂടുതൽ അഫക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടുപേരാണല്ലോ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ ഒരാൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡെസ്പായി പോകും. ഒരു 3 days ഡൗൺ ആയ പോലെ.